ഹലോ, അപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് PYQs ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റിൽ തന്നെ ഒരു കാര്യം പറയും, സൗണ്ടിന് ഇച്ചിരി പ്രശ്നമാണ്, ക്ഷമിക്കണം. അപ്പോൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റേഴ്സാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഓഫ് പ്രോപ്പർട്ടീസ്, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, തെർമോഡൈനാമിക്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്നത്? നെയിം ദ എലമെൻറ്റ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100 ആൻഡ് ഗിവൺ ബിലോ. 100ൻ്റെ മുകളിൽ പേരുള്ള എലമെൻസിൻ്റെ നോമൻക്ലേച്ചർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇത് അറ്റോമിക് നമ്പർ ഓഫ് ദ എലമെൻറ്റ് വിത്ത് IUPAC നെയിം. ഈ ഒരു IUPAC നോമൻക്ലേച്ചർ വരുന്ന കോമ്പൗണ്ട് ഇതിനകത്ത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൻ്റെ ആൻസറാണ് 112. ഇനി വൈ പൊട്ടാസ്യം കൺസിഡർ ആസ് ആൻ എസ് ബ്ലോക്ക് എലമെൻറ്റ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സായി പൊട്ടാസ്യം കൺസിഡർ ചെയ്യാനുള്ള കാരണം എന്താണ്? അതിൻ്റെ ആൻസറാണ് പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്തുവാ? 19 അല്ലേ. അപ്പം ഇതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തുവാ? 1s2 2s2 1s2 2s2 2p6 3s2 3p6 4s1 ആണ് ഇതിൻ്റെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഇലക്ട്രോൺ പോയേക്കുന്ന ഏത് ഗ്രൂപ്പിലാണ്, അല്ല ഏത് ബ്ലോക്കിലാണ്? എസ് ബ്ലോക്കിലല്ലേ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാരണം. ലാസ്റ്റ് ഇലക്ട്രോൺ ഓഫ് പൊട്ടാസ്യം എൻറ്റേഴ്സ് ഇൻ 4s സബ്ഷൽ. ഇവിടെ ഞാൻ ആൻസർ എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട്. ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് സെക്കൻഡ് പീരീഡ് എലമെൻറ്റ്സ് ജനറലി ഇൻക്രീസസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ്. ഗിവൺ റീസൺ. ഇതിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇൻ എ സെക്കൻഡ് പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ് ബിക്കോസ് അറ്റോമിക് സൈസ് ഡിക്രീസസ് ആൻഡ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്. അറ്റോമിക് സൈസ് കൂടുകയും അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ആവും. അയണൈസേഷൻ എൻതാൽപ്പി ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ. എന്തിൻ്റെ? അറ്റോമിക് സൈസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷനാണ് അയണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ ഈ അയണൈസേഷൻ എൻതാൽപ്പി കൂടുമ്പോഴത്തേക്കും അറ്റോമിക് സൈസ് എന്ത് കുറയും? ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ആവും. ന്യൂക്ലിയർ ചാർജും ഇൻക്രീസ് ആവും. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് അറ്റോമിക് റേഡിയസ് ആർ ക്ലോസ്ലി റിലേറ്റഡ് ടു ദ പ്രോപ്പർട്ടീസ്. What is the conclusion can you give derived from the graph regarding the first ionization enthalpy of alkaline metals and noble gases? Justify your answer. First ആണ്, the first ionization enthalpy of alkaline metals are the least and that of noble gases and most is in along a period. അതായത് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലൈൻ മെറ്റലാണ് എന്ത്? കുറവ്. നോബൽ ഗ്യാസ് ആണ് മോസ്റ്റ്. മനസ്സിലായ? ദ നോബൽ ഗ്യാസസ് പ്രോസസ് ദ സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ഹെൻസ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പീസ്. നോബൽ ഗ്യാസിന് ഒരു സ്റ്റേബിൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ട്. അതാണ് നോബൽ ഗ്യാസസ് എന്ന് മെയിൻലി വിളിക്കുക. ദ ആൽക്കലൈൻ മെറ്റൽസ് പ്രോസസ് NS1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഈ ആൽക്കലൈൻ മെറ്റൽ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് എന്താകും? NS1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കാണിക്കുന്ന എലമെൻറ്റ്സ് ആയിരിക്കും. ആൻഡ് ഹെൻസ് ദ ലൂസിംഗ് ഓഫ് 1 ഇലക്ട്രോൺ പ്രൊവൈഡ് ദം സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോൺ നമ്മൾ അവർ ഡൊണേറ്റ് ചെയ്യുമ്പോൾ അതെന്താവും? സ്റ്റേബിൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആവും. ദാറ്റ്സ് ദ ഫസ്റ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് ആൽക്കലൈൻ മെറ്റൽസ് ഇസ് വെരി ലോ. ഇതാണ് ആൽക്കലൈൻ മെറ്റൽസിൽ ലോ അയണൈസേഷൻ എൻതാൽപ്പി ആവാൻ കാരണം. ഇനി നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. അലൂമിനിയം ഫോംസ് AlF6 3- where as the bond cannot from the BF6 3- but forms BF4 even through both belongs to the same group. ഇതെല്ലാം സെയിം ഗ്രൂപ്പിൽ പെടുന്ന എലമെൻറ്റ്സാണ്. പക്ഷേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അറ്റോമിക് നമ്പറും ഒരു എലമെൻറ്റ് ഡിഫറൻസാണ്. അതെന്തുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ബോറോൺ ഡസ് നോട്ട് have d orbitals and hence it cannot expand its valency beyond 4, but aluminum has d orbitals and hence it can expand its valency beyond 4. Thus aluminum forms AlF6 3- bonds എന്ത് ഫോം ചെയ്യും? ബോറോൺ ഡസ് നോട്ട് ഹാവ് d block element, d orbital. ബോറോൺ എന്തായില്ല? d ഓർബിറ്റൽ ഇല്ല. അപ്പോൾ ഹെൻസ് ഇറ്റ് കനോട്ട് എക്സ്പാൻഡ് വാലൻസി ബിയോണ്ട് 4. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വാലൻസി 4 എക്സ്പാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് അലൂമിനിയം ഹാഡ് എ d block element. പക്ഷേ എന്തുണ്ട്? അലൂമിനിയത്തിന് d block ഉണ്ട്. ആൻഡ് ഹെൻസ് ഇറ്റ് എക്സ്പാൻഡ്സ് വാലൻസി ബിയോണ്ട് 4. അപ്പോൾ എന്താവും? ഈ വാലൻസി ബിയോണ്ട് 4 എക്സ്പാൻഡ് ആവും. ദസ് അലൂമിനിയം ഫോംസ് F6 ബോണ്ട്. അപ്പോൾ എന്താവും? ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി is one of the important periodic property. Define electron gain enthalpy.
ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ആണെന്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പീരിയോഡിക് പ്രോപ്പർട്ടി. അതിനെ ഡിഫൈൻ ചെയ്യാൻ ഇത് എമൗണ്ട് ഓഫ് എനർജി റിലീസ്ഡ് വെൻ ആൻ ഐസൊലേറ്റഡ് ഗേഷ്യസ് ആറ്റം. ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ഗേഷ്യസ് ആറ്റത്തിൽ നിന്ന് ഒരു കൈൻഡ് ഓഫ് എനർജി റിലീസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. Electron to form a negative ion is called electron gain enthalpy. ഒരു നെഗറ്റീവ് അയോൺ തന്നെയാണ് ഇത് വിളിക്കുക ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇറ്റ് ഡിനോട്ട്സ് ആസ് ഡെൽറ്റ ഇ ജി എച്ച്. ഡെൽറ്റ ഇ ജി എച്ച് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്. x+1 ഇലക്ട്രോൺ ഗിവ്സ് x- പ്ലസ് ഡെൽറ്റ ഇ ജി എച്ച്. ഇവിടെ പോസിറ്റീവ് ആയിരിക്കുന്ന ആറ്റം എന്ത് ചെയ്ത് നെഗറ്റീവായി. ഇതിനെയാണ് പറയുന്നത് എന്താ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. നമുക്ക് സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ എനി 2 ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? സൈസ് ഓഫ് ദി ആറ്റം, ന്യൂക്ലിയർ ചാർജ്. സൈസ് ഓഫ് ദി ആറ്റത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും, ന്യൂക്ലിയർ ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്യും. സൈസ് ഓഫ് ദി ആറ്റം എന്താ? ആസ് ദ സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഡിക്രീസസ്. സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താ ഡിക്രീസ് ചെയ്യും. ന്യൂക്ലിയർ ചാർജ് നെക്സ്റ്റ് ഫാക്ടർ. ആസ് ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓൾസോ ഇൻക്രീസസ്. ന്യൂക്ലിയർ ചാർജ് എന്തിന് പ്രപ്പോർഷനല്ല? ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് പ്രപ്പോർഷനല്ല. അപ്പോൾ എന്താവും? ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോഴത്തേക്ക് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഇൻക്രീസ് ആവും. ഇനി നമുക്ക് മൂന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് കോവാലൻസി ഓഫ് AL ഇൻ AlF6 3-. The oxidation state of AL in AlF6 3- is +3. ഇവിടെ +3 ആണ് എന്താ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഏതിൻ്റെ? അലൂമിനിയത്തിൻ്റെ. ദ കോവാലൻസി ഓഫ് ദ അലൂമിനിയം എന്താ? 6 ആണ് ഇവിടുത്തെ കോവാലൻസി എന്തിൻ്റെ? അലൂമിനിയത്തിൻ്റെ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഞാൻ ഇപ്പോഴൊരു കാര്യം പറഞ്ഞേക്കാം. IUPAC നെയിം നോമൻക്ലേച്ചർ 120 വരെയുള്ള എലമെൻസിനെ പഠിച്ചിരിക്കണം. 120 വരെയുള്ളത് ഇമ്പോർട്ടൻ്റ്. 1 മാർക്ക് സെക്ഷനിൽ നിന്ന് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻ വരുന്ന എലമെൻസാണ്. 120 വരെയുള്ള എലമെൻസിൻ്റെത്. 120 അപ്പുറത്തോട്ട് പോകുന്ന കണ്ടിട്ടില്ല. 120 വരെയുള്ളത് പഠിച്ചു വെക്കുക. What would be the IUPAC name for the elements with atomic number 120? ഇതിൻ്റെ IUPAC നോമൻക്ലേച്ചറാണ് പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ഇത്. പിന്നെ ഇതിൻ്റെ സിമ്പിളും കൂടെ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ആർ ഐസോഇലക്ട്രോണിക് സ്പീഷീസ്? ഗിവ് 2 ions at isoelectronic species with Mg2+. Atoms or ions which contain same number of electrons are called isoelectronic species. ആറ്റത്തിനോ അയോൺസിനോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസിനെ വിളിക്കുന്ന സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവും. എന്തിന്? ആറ്റംസിനോ അയോൺസിനോ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. Na+ and F- ആർ ഐസോഇലക്ട്രോണിക് വിത്ത് Mg2+. Na+ഉം F- ഐസോഇലക്ട്രോണിക് വിത്ത് Mg2+ ആണ്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്തുവാ? 10. സോഡിയത്തിൻ്റെത് 10. ഇവിടെ ഒരെണ്ണത്തിനെ വിട്ടും കൊടുക്കുന്നില്ല, എടുക്കുന്നതും ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇതെന്തുവാ? 10 അല്ലേ? അപ്പോൾ ഇതിനെ പറയുന്ന പേരാണ് എന്താ? ഐസോഇലക്ട്രോണിക് സ്പീഷീസ്. ഈ Mg2+നായിട്ട് എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആണ് Na+ഉം F-. ഇനി ഗിവ് 2 ഡീമെറിറ്റ്സ് ഓഫ് മെൻ്റലീവ് പീരിയോഡിക് ടേബിൾ. മെൻ്റലീവിൻ്റെയും മോഡേൺ പീരിയോഡിക് ലോയും നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ കൂടുതൽ വരുന്നത്. ബാക്കിയുള്ള പീരിയോഡിക് സയൻറ്റിസ്റ്റിൻ്റെ ഒന്നും വരത്തില്ല. പക്ഷേ മെൻ്റലീവിൻ്റെയും മോഡേൺ പീരിയോഡിക് ടേബിൾ ഹെൻറി മോസ്ലിയുടെയും ഇമ്പോർട്ടൻ്റ് ആണ്. ഡീമെറിറ്റ്സും മെറിറ്റും അതിൻ്റെ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. 2 ഡീമെറിറ്റ്സ് ഓഫ് മെൻ്റൽസ് പീരിയോഡിക് ടേബിൾ. എലമെൻറ്റ്സ് വിത്ത് ഡിസിമിലർ പ്രോപ്പർട്ടീസ് ഫൗണ്ട് ഇൻ സെയിം ഗ്രൂപ്പ്. ഈ ഡിസിമിലർ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഇല്ലേ, അത് സെയിം ഗ്രൂപ്പിൽ കണ്ടിട്ടുണ്ട്. ഹെൻറി മോസ്ലിയാണ് അത് എന്താ കറക്റ്റ് ചെയ്തത്. ഹി കുഡ് നോട്ട് ഗീവ് പ്രോപ്പർ പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. ഈ മെൻ്റലീവും കറക്റ്റായിട്ടുള്ള പൊസിഷൻ ഹൈഡ്രജന് കൊടുത്തിട്ടില്ലായിരുന്നു. ഹെൻറി മോസ്ലിക്കും കഴിഞ്ഞിട്ടില്ലാത്തൊരു കാര്യമാണ് ഹൈഡ്രജന് ഒരു സ്പെസിഫിക് പ്ലേസ് കൊടുക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെയിം എനി വൺ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് എലമെൻറ്റ്. ഇവിടെ എന്താ 3 ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിലില്ലേ, അതിൽ ഏതാണ് ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്കെയിലാണ് എന്താ? പൗലിംഗ് സ്കെയിൽ. ഇവിടെ എനി വൺ ഓഫ് ദ സ്കെയിൽ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള സ്കെയിലില്ലേ, പൗലിംഗ് സ്കെയിൽ, മുല്ലക്കൻ ചാഫി സ്കെയിൽ, പിന്നെ വേറൊരെണ്ണം കൂടി ഇല്ലേ, അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വാട്ട് ഈസ് ഡയഗണൽ റിലേഷൻഷിപ്പ്? അടുത്ത ക്വസ്റ്റ്യൻ.
some elements are certain groups in a second period reversible with the elements of the next higher group of the third period and is called a diagonal relationship. ഇവിടെ സെക്കൻഡ് പീരീഡിലെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, തേർഡ് പീരീഡിലെ എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലിഥിയം ആരുടെയൊക്കെ പ്രോപ്പർട്ടി കാണിക്കും? മഗ്നീഷ്യത്തിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. വെയിറ്റ്, ഇവിടെ ലിഥിയം ആരുടെയൊക്കെ പ്രോപ്പർട്ടി കാണിക്കും? മഗ്നീഷ്യത്തിൻ്റെയും അലൂമിനിയത്തിൻ്റെയും സിലിക്കണിൻ്റെയും പ്രോപ്പർട്ടീസ് കാണിക്കും. പിന്നെ ബെർലിയം ആരുടെ പ്രോപ്പർട്ടി കാണിക്കും? അലൂമിനിയത്തിൻ്റെയും കാണിക്കും, സിലിക്കണിൻ്റെയും കാണിക്കും. ബോറോൺ എന്തിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും? സിലിക്കണിൻ്റെ പ്രോപ്പർട്ടി കാണിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഡയഗണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പീരിയോഡിക് പ്രോപ്പർട്ടീസ്. ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. പിന്നെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ എന്ത്? ദ എലമെൻറ്റ്സ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ഷോസ് അനോണിമസ് ബിഹേവിയർ. എക്സാമ്പിൾ. ദ റീസൺ ഫോർ ദി ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇതിൽ ഈ ഡയഗണൽ റിലേഷൻഷിപ്പിൻ്റെ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലാരിറ്റി ഇൻ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ, സിമിലാരിറ്റി ഇൻ അറ്റോമിക് ഓർ അയോണിക് റേഡിയായി, സിമിലാരിറ്റി ഇൻ പോളറൈസിങ് പവർ. പോളറൈസിങ് പവറിന് സിമിലർ ആയിരിക്കും, അറ്റോമിക് അല്ലെങ്കിൽ അയോണിക് റേഡിയസിന് സിമിലർ ആയിരിക്കും, ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടറിന് സിമിലർ ആയിരിക്കും. അതായത് മെറ്റാലിക് നേച്ചർ കൂടുതലായിരിക്കും എന്തിനാ? ഈ ഡയഗണൽ റിലേഷൻഷിപ്പ് നടത്തുന്ന എലമെൻസിന്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. ഇനി നമുക്ക് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ നോക്കാം. The electronic configuration of a molecule can give the information about bond order. ഈ ഒരു മോളിക്യൂളിന് എന്ത് ഇൻഫോർമേഷൻ തരാൻ സാധിക്കും? ബോണ്ട് ഓർഡറിൻ്റെ ഇൻഫോർമേഷൻ തരാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് F2 മോളിക്യൂൾ. F2 മോളിക്യൂളിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതാൻ. ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, F2 എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 18 ഇലക്ട്രോൺസ്. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2 ഇങ്ങനെ പോയിട്ട് എത്ര വരാം? പൈ സ്റ്റാർ 2p(x)(2) വരെ, അല്ലെങ്കിൽ പൈ സ്റ്റാർ 2p(y)(2) വരെ വരും. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇറ്റ്സ് ബോണ്ട് ഓർഡർ. ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ബോണ്ട് ഓർഡറിൻ്റെ ഫോർമുല എന്തുവാ? നമ്പർ ഓഫ് ബോണ്ട് ഓർഡർ മൈനസ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ആറ്റം. അതായത് ബോണ്ട് ചെയ്യുന്ന ആറ്റത്തിൻ്റെയും മൈനസ് നോൺ ബോണ്ടിങ് ആറ്റത്തിൻ്റെയും ഒരു മൈനസ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് പറഞ്ഞൊരു കൗണ്ട് കിട്ടും. ഗീവ് എനി 2 ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ ഫോർമേഷൻ ഓഫ് ദി അയോണിക് ബോണ്ട്. അയോണിക് ബോണ്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ലോ അയനൈസേഷൻ എൻതാൽപ്പി ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് ആറ്റം, മെറ്റൽ ആറ്റം. ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ദ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം. ലോ അയനൈസേഷൻ എൻതാൽപ്പി എന്ത്? ഇലക്ട്രോൺ പോസിറ്റീവ് ആറ്റത്തിൻ്റെ ലോ അയനൈസേഷൻ എൻതാൽപ്പിയും ഹൈ നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആറ്റവും. നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഓഫ് ആൻ ഇലക്ട്രോൺ നെഗറ്റീവ് ആറ്റം, നോൺ മെറ്റാലിക് ക്യാരക്ടർ ആൻഡ് ഹൈ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്തായിരിക്കും? കൂടുതലായിരിക്കും. അയോണിക് കോമ്പൗണ്ട് ഫോംഡ്, ഇൻഫ്ലുവൻസ് ഓഫ് ഫേവേഴ്സ് ഓഫ് ദി ഫോർമേഷൻ ഓഫ് ദി അയോണിക് ബോണ്ട്. ഗിവ് ദ ഷേപ്പ് ഓഫ് ഫോളോയിങ് സ്പീഷീസ്. നീ ഇതിൻ്റെ NH4+ൻ്റെ ഷേപ്പ് എന്തായിരിക്കും? ടെട്രാഹീഡ്രലും HgCl2ൻ്റെ ലീനിയറും ആയിരിക്കും. നീ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താ ഈ ചാപ്റ്ററിലെ VSEPR തിയറി. ഇതൊന്ന് നോക്കി വെച്ചേക്കുക, വളരെ ഇമ്പോർട്ടൻറ്റാണ്. അതിൻ്റെ കുറച്ച് പോസ്റ്റുലേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമുക്ക് ഫസ്റ്റിൽ നോക്കാം. VSEPR തിയറി ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് ദ ഷേപ്പ് ആൻഡ് ബോണ്ട് ആംഗിൾ ഓഫ് ദി മോളിക്യൂൾ. റൈറ്റ് ദ postulates of VSEPR theory. എന്താ പോസ്റ്റുലേറ്റ്? ദി ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്. ഈ ഫസ്റ്റിൽ ഇതിൻ്റെ ഫുൾ ഫോം എന്താ? വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ഇത് പ്രപ്പോസ് ചെയ്ത സ്വിറ്റിക്കും പൗലും ആണ് ഇത് പ്രപ്പോസ് ചെയ്തത്. The shape of the molecule is decided by the number of electron pairs, bond pair and lone pair. Bond pairൻ്റെയും ലോൺ പെയറിൻ്റെയും ഒരു ഷേപ്പാണ് എന്ത് മോളിക്യൂൾസിനുള്ളത്. അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. ഇതെല്ലാം നടക്കുന്ന സെൻട്രൽ ആറ്റത്തിലും കൂടെയാണ്. The electron pairs surrounding the central atom repels each other and lie as far away as possible. ഈ ഇലക്ട്രോൺ പെയർ ഇല്ലേ സറൗണ്ട് ചെയ്തേക്കുന്ന സെൻട്രൽ ആറ്റത്തിന്, അത് രണ്ടും കൂടെ റിപ്പൽ ചെയ്യും, എന്നിട്ട് അത് ഫോർ അവയിലേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ മെയിൻ 2 പോസ്റ്റുലേറ്റ്സ്. ദ റിപ്പൽസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ വേരിയസ് ഇലക്ട്രോൺ പെയർസ് ഇൻ ഓർഡർ LP ഗ്രേറ്റർ ദാൻ LP-BP ഈസ് ഗ്രേറ്റർ ദാൻ BP-BP. ഏറ്റവും റിപ്പൽസീവ് ഇൻട്രാക്ഷൻ നടക്കുന്ന എവിടെ? ലോൺ പെയറിലായിരിക്കും. കുറവ് എവിടെയാണ്? ബോണ്ട് പെയറും.
After repulsive, the electron pair achieves a definite proportion around the central atom, which gives a permanent geometry or shape of the two molecules. ഈ റിപ്പൽഷൻ നടന്നിട്ട് എന്താവും ഒരു ഷേപ്പ് ഫോം ചെയ്യും, ഒരു പെർമനൻറ്റ് ഷേപ്പ്. ഇതാണ് ഇതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചർ. അല്ലെങ്കിൽ ഈ ടെട്രാഹീഡ്രൽ ലീനിയർ ഈ ഷേപ്പൊക്കെ ഫോം ചെയ്യത്തില്ലേ, അത് എന്ത് നടന്നിട്ടാണ്, ഈ റിപ്പൽഷൻ നടന്നിട്ടാണ് ഇതെല്ലാം കൂടെ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലോട്ട് എത്തുന്നത്. നീൻ്റെ പി ക്വസ്റ്റ്യൻ നോക്കാം. Explain the shape and bond angle of NH3 molecules using VSEPR theory. VSEPR തിയറിയുടെ അടിസ്ഥാനത്തിൽ NH3 മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രഡിക്റ്റ് ചെയ്തിരിക്കുകയാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ അമോണിയ ആൻഡ് നൈട്രജൻ ആറ്റം സറൗണ്ടഡ് ബൈ ദ 1 ലോൺ പെയർ ആൻഡ് 3 ബോണ്ട് പെയർ. 2 ബോണ്ട് പെയറും 1 ലോൺ പെയറും ഇതിനുണ്ട്. സിൻസ് ദ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ. അപ്പോൾ എന്താവും, ഇത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു സീരീസ് ഇല്ലേ, അതിലിവിടെ നടക്കുന്ന ഏത് റിപ്പൽഷനാണ്? ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷനാണ്. is greater than bond pair repulsion, and H bond angle reduced from 109 degree to 28 minutes to 107 degree, and the shape changes from the tetrahedral to bipyramidal. അപ്പോൾ ഇതെന്താവും, ടെട്രാഹീഡ്രലിൽ നിന്ന് എന്തായിട്ട് ചേഞ്ച് ആവും? ബൈപിരമിഡൽ ചേഞ്ച് ഇവിടെ നടക്കും. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മെയിൻ ഷേപ്പ്. ഇവിടെ എന്തായിട്ട് റെഡ്യൂസ് ആവും? 109 ഡിഗ്രി ആൻഡ് 28 മിനിറ്റ്സ് ഇവിടെ എന്തായിട്ട് ചെയ്യും? 107 ഡിഗ്രി ആയിട്ട് എന്താവും? ചേഞ്ച് ആവും. NH3 മോളിക്യൂൾസ് NH3 മോളിക്യൂൾസ് VSEPR അടിസ്ഥാനത്തിൽ ഇങ്ങനെയാണ് ഷേപ്പും ബോണ്ട് ആംഗിളും എക്സ്പ്ലെയിൻ ചെയ്തത്. നീ സബ് ക്വസ്റ്റ്യൻ നോക്കാം. PCl5 മോളിക്യൂൾസ് ഇസ് അൺസിമെട്രിക്. വൈ? ഇത് എന്തുകൊണ്ടാണ് അൺസിമെട്രിക് ആയത്? The molecules has trigonal bipyramidal shape. The 3 BPCl bonds lies in one plane and make angle 120 degree with each other. These bonds terms as an equatorial bonds, and remaining 2 PCl bonds are lying above the other lying below an equatorial plane. The bonds is called axial bonds. ഈ ആക്സിയൽ ബോണ്ടിൻ്റെ കാരണമാണ് എന്താ? ഈ PCl5 അതിൻ്റെ ഷേപ്പ് എന്താ? അൺസിമെട്രിക് ആയത്. ഇവിടെ ഒരു ആക്സിയൽ ബോണ്ട്സ് ഫോം ചെയ്യും. As the axial bond pair suffers more repulsive. The axial bonds are more repulsive than any other bonds. With interaction from the equatorial bond pairs, axial bonds have been found to be slightly longer and hence slightly weaker than bonds equatorial bonds, which makes the PCl5 molecules is unsymmetric. ഇതിൻ്റെ കാരണമാണ് എന്താ? ഇത് അൺസിമെട്രിക് ആയത്. ഇവിടെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെയ്ത് നോക്കാം. മുമ്പേ പറഞ്ഞത് തന്നെയാണ്. Among NaCl, BeCl2 and AlCl3, which one is more covalent? ഇതിനകത്ത് ഏതാണ് മോർ കോവാലൻറ്റ്? AlC3 ആണ് മോർ കോവാലൻറ്റ്. കാരണം എന്താ? As the charge of the cation increases, covalent character increases. ഈ കാറ്റോണിൻ്റെ ചാർജ് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് എന്താ? കോവാലൻറ്റ് ക്യാരക്ടർ എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും. ഇതാണ് ഇതിൻ്റെ കാരണം. The dipole moment of BeF2 is 0, while that the H2O is 1.85 Debug on the basis of molecular structure. Molecular structure അടിസ്ഥാനത്തിൽ എന്താ? ഡൈപോൾ മൊമെൻറ്റ് BF3 0 H2O 1.85. ഇത് മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ ബേസിസിൽ പറഞ്ഞിരിക്കുന്നത്. BeF2 molecules has linear shape. ഈ എലമെൻറ്റിന് എന്താ? ഒരു ലീനിയർ ഷേപ്പാണുള്ളത്. ഹെൻസ് ദ മൂവ്മെൻറ്റ്സ് ഓഫ് BF bonds are cancel each other. അപ്പോൾ ഇതെന്താവും? സെയിം ഡയറക്ഷനിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താവും? ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആവും. അപ്പോൾ എന്താവും? ഡൈപോൾ മൊമെൻറ്റ് എന്ത് ചെയ്യും? 0 ആവും. ഇതാണ് ഇതിൻ്റെ കാരണം. ഈ ഒരു എലമെൻറ്റ് എന്താവാനുള്ള 0 ആവാനുള്ള കാരണം. ബട്ട് H2O molecules has V shape or bent or angular shape. H2O molecules എന്ത് ഷേപ്പ്? ഒരു ലീനിയറോ V shape or bent or angular shape ആണ് ഇതിൻ്റെ മോളിക്കുലാർ ഷേപ്പ്. ആൻഡ് ഹെൻസ് ദ ബോണ്ട് മൂവ്മെൻറ്റ്സ് ഓഫ് ദി OH bonds is do not cancel each other. അപ്പോൾ എന്താവും? ഇതൊന്നും ക്യാൻസൽ ചെയ്തില്ല. അപ്പോൾ എന്താവും? ഇതിൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 1.85 ഡീബഗ് യൂണിറ്റ് ആവും. ഇതിൻ്റെ മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്. ഇനി ഇതിൻ്റെ സ്ട്രക്ചറൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് എന്താ? ഹൈഡ്രജൻ്റെയൊക്കെ സ്ട്രക്ചർ. ഇത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇതിൻ്റെ. പിന്നെ ഇതാ ഈ സിഗ്മ 1s2 ഇല്ലേ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, മോളിക്കുലാർ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനമൊക്കെ ഇട്ട് ഇതും വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അടുത്ത ഒരു VSEPR H2O എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും കൂടെ നോക്കി വെക്കുക.
ഇനി നമുക്ക് തെർമോഡൈനാമിക്സിലോട്ട് പോവാം. For an oxidation of ions, 4Fe plus 3O2 gives 2Fe2O3. അപ്പം സോളിഡ് പ്ലസ് ഗ്യാസ് ആണ് എന്താ സോളിഡ്. അപ്പം എൻട്രോപ്പി ഈസ് -549.4 ജൂൾ കിലോഗ്രാം റേസ് ടു -1 മോൾ റേസ് ടു -1 അറ്റ് 298 കെൽവിൻ. ഈ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചറിൻ്റെ ഒരു യൂണിറ്റ് എന്താ കെൽവിനാ. അപ്പോൾ അത് എന്ത് 1 മോൾ എന്തിനെന്താ 298ൻ്റെ അകത്താണ് എല്ലാ നമ്മൾ 1 മോൾ ഓഫ് സബ്സ്റ്റൻസസിൻ്റെ ഇത്ര ടെമ്പറേച്ചറാന്ന് പറയുന്നത് 298ന് മാത്രമേ പറയത്തുള്ളൂ. 2 മോളാണെങ്കിൽ എന്താണ് കൂടുന്നത്. In spite the negative entropy changes from this reaction, why is the reaction spontaneous? Delta R H naught for the reaction is -1648 into 10 raised to 3 joule mole raised to -1. Delta spontaneous reaction delta S എന്തുവാ -549.4 joule kilogram raised to -1 mole raised to -1. T is equal to 298 Kelvin. ഡെൽറ്റ എച്ച് എന്താ -1648 into 10 raised to 3 ജൂൾ മോൾ റേസ് ടു -1 ഡെൽറ്റ എച്ച്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ എന്താ ഡെൽറ്റ ഗിബ്സ് എനർജിയാണ് ഡെൽറ്റ ജി. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഇതെല്ലാം കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ത് കിട്ടും -1484278.8 എന്ന് പറഞ്ഞൊരു ഈ ഒരു കൗണ്ട് കിട്ടും. എന്തിനാ ഈ ഒരു കൗണ്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ ഇൻ ദിസ് റിയാക്ഷൻ ഡെൽറ്റ ജി ഇസ് നെഗറ്റീവ് ആൻഡ് ഹെൻസ് ദ റിയാക്ഷൻ ഇസ് സ്പോണ്ടേനിയസ്. അപ്പം ഇവിടെ ഡെൽറ്റ ഗിബ്സ് എനർജി എന്താ നെഗറ്റീവ്. അപ്പോൾ ഈ റിയാക്ഷൻ എന്തായിരിക്കും സ്പോണ്ടേനിയസ് ആയിരിക്കും. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്റ്റെൻസീവ് ആൻഡ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി? ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. എന്താണ് ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഇവിടെ പാത്ത് ഫംഗ്ഷൻ, സ്റ്റേറ്റ് ഫംഗ്ഷൻ, ഇൻറ്റൻസീവ് എക്സ്റ്റെൻസീവ്, ഗിബ്സ് എനർജി, പിന്നെ ബോണ്ട് ഹാർബർ സൈക്കിള്, പിന്നെ മറ്റേ എന്തോന്ന് കാൽക്കുലേഷൻ ഇല്ലേ ഈ മറ്റേ ഫോർമേഷനൊക്കെ വെച്ച് ചെയ്യുന്ന കാൽക്കുലേഷൻ, ആ കാൽക്കുലേഷൻ ഇതൊക്കെയാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറയാനായിട്ടുള്ളത്. ഇത് ഇത്രയും പഠിച്ചു വെക്കുക. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ബോണ്ട് ഹാർബർ സൈക്കിള്, ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, പിന്നെ ഗിബ്സ് എനർജി, ഇതൊക്കെയാണ് ഇതിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക്. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കുക. ദ പ്രോപ്പർട്ടീസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഈസ് കോൾഡ് എന്താ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ ടെമ്പറേച്ചർ. ഈ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്തിന് മാറ്ററിന്. ക്വാണ്ടിറ്റി ഓഫ് മാറ്ററിന് എന്താ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താ ദ പ്രോപ്പർട്ടി വിച്ച് ഡിപ്പെൻഡ്സ് ഓൺ ദി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ആർ കോൾഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഈ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ എന്തായിരിക്കും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്ന എല്ലാ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. എൻട്രോപ്പി, എൻതാൽപ്പി, ഇതെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഇതുവരെ നമ്മൾ പഠിച്ചിരുന്ന എല്ലാം എന്തുവാ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻറ്റു ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. കണ്ടോ കുറേ എടുത്ത് ഇത് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ആൻസർ എന്താ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ടെമ്പറേച്ചറും ഡെൻസിറ്റിയും, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഹീറ്റ് കപ്പാസിറ്റിയും ഇൻറ്റേർണൽ എനർജി. ഇവിടെ എൻ്റെ കാര്യം പറയാം. രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയുടെ സം എന്തായിരിക്കും പ്ലസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഇതിൻ്റെ രണ്ടിൻ്റെയും സം എന്തായിരിക്കും. രണ്ട് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ത് തരും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി തരും. മീൻസ് എക്സ്റ്റെൻസീവ് പ്ലസ് എക്സ്റ്റെൻസീവ് gives ഇൻറ്റൻസീവ്. എക്സാമ്പിൾ എന്തോന്നറിയോ ഡെൻസിറ്റി റോ ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഈ മാസും വോളിയം എന്താ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ഈ റോ എന്താ ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സംബന്ധം കിട്ടും ഇനൊരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ് കിട്ടുന്നത്. ഇത് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച് ഓഫ് ദി ഡെൽറ്റ J naught for a conservation of the oxygen to ozone 3/2 O2 gives and the O3 at
298 Kelvin on the equilibrium constant of the conservation. 2.47 into 10 raised to minus 29 give R is equal to 8.314 joule kilogram raised to minus 1 mole raised to minus 1. ഇപ്പം ഡെൽറ്റ ജി നോട്ടിൻ്റെ ഫോർമുല എന്തുവാ സോറി -2.303 RT log KC. ഇതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോർമുല. അപ്പോൾ ഇതിനകത്ത് എല്ലാം തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും ഫൈനൽ ആൻസർ ആയിട്ട്? ഈ ഒരു ആൻസർ കിട്ടും. ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും ഇമ്പോർട്ടൻ്റാണ്. The properties which depends only in the initial and final state of the system or not the path by the which state reached are called the state function. State function എന്ന് വെച്ചാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യൂല. ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ദ സ്റ്റേറ്റ് ഫംഗ്ഷൻ. എക്സാമ്പിൾ എന്താ? ടെമ്പറേച്ചർ, പ്രഷർ, എൻതാൽപ്പി. ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ. പ്രോപ്പർട്ടീസ് whose values depend on the path and which is change is carried out or the system is called in the path function. ഇത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് വിളിക്കുന്നത് എന്താ? പാത്ത് ഫംഗ്ഷൻ എന്നാണ്. അതിൻ്റെ എക്സാമ്പിളാണ് വർക്ക് ഡണ്ണും ഹീറ്റ് ചേഞ്ചും ക്യൂ. പിന്നെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇമ്പോർട്ടൻ്റാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ക്യാൻ ബി സ്റ്റാർട്ടഡ് ആസ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഹൗ ദ ഇക്വേഷൻ ഷുഡ് ബി എക്സ്പ്രസ്ഡ്? ഡബ്ല്യു എന്താ? വർക്ക് ഡണ്ണാണ്. ക്യൂ എന്താ? ഹീറ്റ് ചേഞ്ച്. For isothermal irreversible reaction, Q is equal to, അതായത് ഹീറ്റ് ചേഞ്ച് is equal to minus W means work done by the system. അപ്പോൾ എന്താ? നെഗറ്റീവ് W is equal to 2.303 nRT log VF minus VI ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഫോർ ഐസോതെർമൽ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ എക്സാമ്പിൾ. ഇപ്പം എ പ്രോസസ് ക്യാരിഡ് ഔട്ട് എ കോൺസ്റ്റൻറ്റ് വോളിയം ആകുമ്പം ഡെൽറ്റ യു എന്താ? ഡെൽറ്റ യു എന്തുവാ? internal energy delta U is equal to QV, അതായത് heat change at a constant volume. പിന്നെ Hess's law of heat summation, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. Hess's law states that enthalpy change of the process in same weather takes place in one step or several steps. ഒരു സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടുതലോ ആയ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് എന്താ? Hess's law of heat summation എന്ന് പറയുന്ന ആ ലോയുടെ കോൺസെപ്റ്റ്. ഇനി 31ാമത്തെ നെയിം ദ തെർമോഡൈനാമിക് സിസ്റ്റം വിത്ത് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ വിത്ത് സറൗണ്ടിങ്സ്. നമ്മൾ 3 തരത്തിലുള്ള സിസ്റ്റം പഠിച്ചിട്ടില്ലേ? ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. അതിലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസറാണ് ഓപ്പൺ സിസ്റ്റം. സ്റ്റേറ്റ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യുക. First law of thermodynamics states that energy can neither be created nor be destroyed. എനർജി എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. 32 ഡിഫൈൻ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നോക്കി വെച്ചോ, മുന്നേക്കെ പറഞ്ഞതാ. വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, കുറേ എടുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഐഡൻറ്റിഫൈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ഫ്രം ദി ഫോളോയിങ്. ഈ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ഏതായതില്ല? മാസും വോളിയോ ആണ് ഇതിൻ്റെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നീ ഇവിടെ എൻട്രോപ്പി കുറിച്ച് കൊടുത്തിട്ടുണ്ടോ? ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതാണ്ട സ്പോണ്ടൈനിറ്റി ഈസ് എ പ്രോസസ് ഓഫ് എക്സ്പ്രസ് ഇൻ ദ ടേം ഓഫ് ഗിബ്സ് എനർജി. കുറേ അടുത്ത് ഗിബ്സ് എനർജി വരുന്നുണ്ട്, അതും ഇമ്പോർട്ടൻ്റാണ്. ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ ചോദിക്കും, ഗിബ്സ് എനർജി ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് പ്രോബ്ലംസ് വരും. ഈ ചാപ്റ്ററിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്താണ് ഗിബ്സ് എനർജി? ഗിബ്സ് എനർജി ഇസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് എനർജി ദാറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ടു ഗിബ്സ് എനർജി. മാക്സിമം എനർജി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന കഴിവിനെ വിളിക്കുന്ന പേരാണ് എന്താ? ഗിബ്സ് എനർജി. ഇതിൻ്റെ ഇക്വേഷനാണ് ഡെൽറ്റ ജി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഇവിടെ ഡെൽറ്റ ജി എന്താ? ചേഞ്ച് ഇൻ ഗിബ്സ് എനർജിയാണ്. ഡെൽറ്റ എച്ച് ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഡെൽറ്റ എസ് എന്താ? ചേഞ്ച് ഇൻ എൻട്രോപ്പി. ടി എന്താ? ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. State first law of thermodynamics, write the mathematical expression. ഫസ്റ്റ് ലോ എന്ത് സ്റ്റേറ്റ് ചെയ്യാനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. പറഞ്ഞില്ലേ 2-3 എടുത്തത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിനെ കുറിച്ചിട്ടുള്ളത്. സെക്കൻഡ് ലോയും തേർഡ് ലോയെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആണ് എന്താ? ഫസ്റ്റ് ലോ. പിന്നെ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോസസ് ടേക്കിംഗ് പ്ലേസ് ഇൻ ദ ഇൻക്രീസിങ് ഓഫ് ദ എൻട്രോപ്പി.
ഫ്രീസിങ് ഓഫ് വാട്ടർ, കണ്ടൻസ്ഡ് ഓഫ് ദി സ്ട്രീം, ഇവാപ്പറേഷൻ ഓഫ് ദി വാട്ടർ. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. Define lattice enthalpy. Construct an enthalpy diagram of the determination of the lattice enthalpy of sodium chloride. എന്താണ് lattice enthalpy? The lattice enthalpy of ionic compound is an enthalpy change which occurs one mole of the solid ionic compound dissociate with ions in a gaseous state. ഒരു gaseous സ്റ്റേറ്റിൽ ഡിസോസിയേറ്റ് ചെയ്യുന്ന അയോണിക് കോമ്പൗണ്ട് ഒരു മോൾ അയോണിക് കോമ്പൗണ്ട് എൻതാൽപ്പി ചേഞ്ച് ആണ് എന്താ ലാറ്റിസ് എൻതാൽപ്പി. ഇവിടെ ബോർ-ഹായ്ബറിൻ്റെ സൈക്കിൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോക്കി വെച്ചേക്കുക. നീ രണ്ട് ഹോംവർക്ക് കൊണ്ട് മറ്റുള്ള ഫസ്റ്റ് ലോയുടെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ്റെയും പിന്നെ ഇതൊന്നെല്ലാം ഒന്നും ചെയ്തിട്ട് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു. പിന്നെ ഇന്ന് ചെയ്തത് ഫുള്ള് നല്ല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. ഇത് പഠിക്കാതെ എക്സാമിന് പോവല്ല്. വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ് ഇതെല്ലാം. അപ്പം ശരി, താങ്ക് യു.